ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ ആരാധിക്കാൻ വിദൂര ദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത 3 പൂജ്യ രാജാക്കന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നക്ഷത്രത്തെ വഴികാട്ടിയാക്കി ആഴത്തിലുള്ള ആത്മീയ അർത്ഥമുള്ള സമ്മാനങ്ങൾ വഹിച്ചുകൊണ്ട് അവർ വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി യാത്ര ചെയ്തു. ആ ജ്ഞാനികളിൽ ഒരാൾ യേശുവിനെ രാജാക്കന്മാരുടെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് സ്വർണം സമർപ്പിച്ചതുപോലെ നമ്മുടെ ഏറ്റവും മികച്ചത് നമുക്ക് കൊടുക്കാം. നമ്മുടെ സ്നേഹം, കഴിവുകൾ, നമ്മുടെ പ്രവർത്തികൾ എന്നിവയാൽ ക്രിസ്തുവിനെ ബഹുമാനിക്കാൻ സ്വർണം നമ്മെ ഓർമ്മിപ്പിക്കും. രണ്ടാമത്തെയാൾ സമ്മാനിച്ചത് കുന്തുരുക്കമാണ്. ഇത് യേശു ഒരു മഹാനായ നേതാവ് മാത്രമല്ല, അവൻ നമ്മോടൊപ്പമുള്ള ദൈവമാണെന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും അവൻ അർഹനാണെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ ദിവസവും ആരാധനയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താൻ കുന്തുരുക്കം നമ്മെ ക്ഷണിക്കുന്നു. മൂന്നാമത്തെ വ്യക്തി രോഗശാന്തിക്കും ശവസംസ്കാരത്തിനും ഉപയോഗിക്കുന്ന മീറ നൽകി. ഇത് യേശുവിന്റെ കഷ്ടപ്പാടിനെയും മനുഷ്യവർഗത്തിനായുള്ള ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. യേശു നമ്മുടെ ഇടയിൽ ജീവിക്കാൻ മാത്രമല്ല, നമ്മുടെ രക്ഷയ്ക്കായി തന്റെ ജീവൻ നൽകാനും വന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. തുറന്ന ഹൃദയത്തോടെ യേശുവിനെ അന്വേഷിക്കേണ്ടതിന്റെയും നമ്മുടെ ഏറ്റവും മികച്ച ദാനങ്ങള് അവന് സമർപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ജ്ഞാനികൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, നമുക്ക് എന്താണ് യേശുക്ക് കൊടുക്കാൻ സാധിക്കുക? നമ്മുടെ ദയയാണോ? നമ്മുടെ ക്ഷമയാണോ? സമയമാണോ? വിശ്വാസമാണോ? ഏതാണ് അവന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വിലമതിക്കുന്ന സമ്മാനം?